ചോരുമാമന്ത്രം ഈണത്തിൽ നീ ചൊല്ലി വിഷുപക്ഷി പോലെ കാതോടു കാതോരം തേൻ ചോരുമാമന്ത്രം ഈണത്തിൽ നീ ചൊല്ലി വിഷുപക്ഷി പോലെ. ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സ്പോൺസേഡ് പ്രോഗ്രാമായ ഇഞ്ചോടിഞ്ച് എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിൽ ഇഞ്ചോടിഞ്ചിൽ നിന്ന് മത്സരിക്കാൻ നമുക്ക് കുറേ അധ്യാപകരെയാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒന്ന് പരിചയപ്പെടാം. എന്താ പേര്? ലിഞ്ചു. നെടുങ്കൈത, GLPS നെടുങ്കൈത. ഷൈമ, ഗവൺമെന്റ് LPS നെടുങ്കൈത. ശരണ്യ, പാരന്റ്. പേര് മാത്രം പറഞ്ഞു പോയാൽ മതി കേട്ടോ. ലീല, രഞ്ജി, രഞ്ജിനി, സ്കൂളിലെ എച്ച്, രഞ്ജിനി, ശരണ്യ, മഞ്ജു, സൗമ്യ, മായ. എല്ലാവരെയും പരിചയപ്പെട്ടു. ഇനി എന്താണ് പ്രോഗ്രാം എന്നതിനെ കുറിച്ചൊന്ന് പരിചയപ്പെടുത്താം. 10 രസകരമായ കുസൃതി ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അതിന് രസകരമായ ആൻസർ ആണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ ഭാഗത്തു നിന്നും. അപ്പോൾ എന്താണോ മനസ്സിലുള്ളത് അതൊക്കെ പറയുക. നമ്മൾ കുറച്ചുപേരെ കേൾക്കത്തുള്ളൂ. എഡിറ്റ് ചെയ്താണ് പ്രോഗ്രാം ഇടുന്നത്, അതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നമൊന്നുമില്ല. 20 സെക്കൻഡിനുള്ളിൽ അറിയാവുന്ന ആൻസർ പറയുക. ക്ലൂസൊക്കെ ഒരുപാട് തരും. ഓക്കെ. അപ്പോൾ ഇന്ന് ആരാണോ ഏറ്റവും കൂടുതൽ ആൻസർ പറയുന്നത് അവരാണ് ഇന്നത്തെ ഈ പ്രോഗ്രാമിൻ്റെ വിജയി. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഒരു മീനിനെ പിടിച്ച് കരക്കിട്ടാൽ എന്ത് പറ്റും? മണ്ണ് പറ്റും. നല്ലൊരു ക്ലാപ്പ് കൊടുക്കൂ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. വധൂവരന്മാരില്ലേ ആദ്യമായി കഴിക്കുന്നത് എന്താണ്? അടുത്ത ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്ലാപ്പ് എടുത്തോളൂ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, നിങ്ങളുടെ സ്വന്തമാണ് പക്ഷെ ഇത് കൂടുതൽ ഉപയോഗിക്കുന്നത് മറ്റുള്ളവരുടെ. അടുത്ത ക്വസ്റ്റ്യൻ, ഇത് എല്ലാ അച്ചാറിലും ഇടും പക്ഷെ ഇത് ആരും കഴിക്കാറില്ല. കറിവേപ്പിലയല്ല. എന്തൊക്കെയാണ് ഇടുന്നത് ഞാൻ അച്ചാറിൽ എന്ന് ആലോചിച്ചു അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒരാളോട് വളരെ വിഷമമുള്ള ഒരു കാര്യം ചോദിച്ചപ്പോഴേ അയാൾ കിണറ്റിലേക്ക് ഇറങ്ങി. എന്തുകൊണ്ട്? എന്തിനായിരിക്കും അയാൾ കിണറ്റിലോട്ട് ഇറങ്ങിയത്? ഒരാളോട് ഒരു വിഷമമുള്ള ഒരു ചോദ്യം ചോദിച്ചു, അപ്പോൾ അയാൾ കിണറ്റിലോട്ട് ഇറങ്ങി. എന്തുകൊണ്ടാണ്? അതിനൊരു കാര്യമുണ്ട്, ഡാഷിൽ ചിന്തിക്കാൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആരെയും ഇതുവരെ ഒരു മുറിവ് പോലും ഉണ്ടാക്കിയിട്ടില്ല, എങ്കിലും കൊലയാളി എന്ന് പേരുദോഷം ലഭിച്ച ഒരു മരമുണ്ട്. ഏപ്രിൽ മാസത്തിലാണ് ഈ ഒരു ഇവിടെ പാട്ട് പാടുന്ന ആരെങ്കിലും ഉണ്ടോ? പാട്ട് പാടുമെന്നറിയാം, എല്ലാവരും പാട്ടുകാരാണെന്ന് അറിയാം. ഒരു പാട്ട് പാടും ആരെങ്കിലും? ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞപ്പോ ഞാൻ ആലോചിക്കാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. കാലിൽ പിടിച്ചാൽ തോളിൽ കയറുന്നത് ആരാണ്? മൂന്ന് ക്വസ്റ്റ്യന്റെ ആൻസർ ആയി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. മാനത്ത് കാണുന്ന മറ്റൊരു മാനം. വിമാനം. ആരാ പറഞ്ഞത്? അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദോശ ചുടാൻ എടുക്കുന്ന മരം. ദോശ ചുടാൻ എടുക്കുന്ന മരം. ദോശ ചുടാൻ എന്താ എടുക്കുന്നത് രാവിലെ?
രണ്ട് ക്വസ്റ്റിന്റെ ആൻസർ പറഞ്ഞ് ഇഞ്ചോടി നിൽക്കുകയാണ്. ഇനി ആകെ ഒരൊറ്റ ക്വസ്റ്റിനേ ഉള്ളൂ. നിങ്ങൾ ഉണ്ടാക്കുന്ന സാധനമാണ്. പൊടിയിട്ടാൽ വടിയാകുന്ന സാധനം. ടീച്ചർ ആണ് ഇന്നത്തെ വിജയി. അപ്പൊ അതുകൊണ്ടൊരു സോങ്ങും കൂടി നമുക്ക് നല്ലൊരു പാട്ട് കേൾക്കാം. കാതോടു കാതോരം തേൻ ചോരുമാമന്ത്രം ഈണത്തിൽ നീ ചൊല്ലി വിഷുപക്ഷി പോലെ. കാതോടു കാതോരം തേൻ ചോരുമാമന്ത്രം ഈണത്തിൽ നീ ചൊല്ലി വിഷുപക്ഷി പോലെ. തീർന്നു. അപ്പോൾ ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിൻ്റെ വിജയിയായ സൗമ്യ ടീച്ചറിന് വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ചെറിയൊരു സ്നേഹോപകാരമുണ്ട് നൽകുന്നതിന് വേണ്ടി കേരള മീഡിയ പേഴ്സൺസ് യൂണിയൻ്റെ സ്റ്റേറ്റ് ലെവൽ സെക്രട്ടറിയും ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ സ്റ്റേറ്റ് ലെവൽ പ്രസിഡന്റുമായ ഹർഷകുമാർ സാറിനെ ക്ഷണിച്ചോളും. ഇഞ്ചോടിഞ്ച് പ്രോഗ്രാം എല്ലാവരും നന്നായിട്ട് ആസ്വദിച്ചു. മറ്റൊരു എപ്പിസോഡിൽ കാണാം.